Hi guys, welcome back to my YouTube channel. It's me Sribhadra and you're watching Sribhadra's Insight. ഓക്കെ ഗൈസ്, അപ്പോൾ മറ്റന്നാൾ വിഷുവാണ്. വിഷു പ്രമാണിച്ച് നമ്മുടെ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. നമ്മളാരും ഇങ്ങനെ ഡെക്കറേറ്റ് ഒന്നും ചെയ്യാറില്ല, ബട്ട് ഈ പ്രാവശ്യം അമ്മ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം, അത് ഏത് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഒന്നല്ലെങ്കിൽ വിഷു അമ്മ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലായിരിക്കും. ഇപ്പം അത് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അമ്മ വീട്ടിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വിഷുവിന് വയ്ക്കാനുള്ള കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ സെറ്റാണ് ഗൈസ്. ഇത് കുമ്പളങ്ങ, ഇത് മത്തങ്ങ, ഇത് കുമ്പളങ്ങ തോന്നണേ ഗൈസ്. ഇങ്ങനെ ഓരോ കളർ കുമ്പളങ്ങ ഉണ്ടാവുമോ? പിന്നെ ഇതാണ് നമ്മൾ വിഷുവിന് വയ്ക്കുന്നത്. കേടായിട്ടൊന്നുമില്ല. ഇത് നല്ല രസമുണ്ട് ഗൈസ്, നല്ല കളറ് കണ്ടാവും. ഇവിടെ വേറെ കളറ്, പക്ഷെ ഇത് എനിക്കധികം ഇഷ്ടമായില്ല. ഓക്കെ, ഡമ്പലാക്കാം ഗൈസ്. പിന്നെ കുറേ കുക്കുംബറുണ്ട് ഗൈസ്. ഇത് എന്തിനാന്ന് എനിക്കറിയില്ല. ഇവിടെ ഒച്ചക്കണുണ്ടോ ഗൈസ്? അപ്പോൾ വിഷുവിനെ പ്രമാണിച്ച് നമ്മൾ ചക്ക വറുത്തു ഗൈസ്. അപ്പം നമ്മൾ ചക്ക വറുത്ത് കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഹൈദരാബാദിലേക്ക് അയക്കാനാണ്. കസിൻ ഹൈദരാബാദിലുണ്ട്. പിന്നെ കുറച്ച് ചക്ക വറുക്കാനുണ്ട്, കുറച്ച് ചക്ക വറുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസിയാണ് ഗൈസ്. അപ്പോൾ അമ്മ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കണി കാണാനുള്ളത് കാണിച്ചു തരാം ഗൈസ്. ഒന്ന് എ കൃഷ്ണൻ, ദോ പിങ്ക് കൃഷ്ണൻ ആൻഡ് ദാറ്റ് skin color Krishnan and this Kunyu Krishnan, etc are here guys. And ഈ സാധനമൊക്കെ എന്തിനാന്ന് എനിക്കറിയില്ല. ഇതൊക്കെ വയ്ക്കാറുണ്ട് എപ്പോഴോ. പിന്നെ ഗൈസ് കണിക്കൊന്ന, ദാറ്റ് ചക്ക ആൻഡ് ദിസ് ഇസ് ഒരു പൂവ്. ഇത് മാലയാണെന്ന് തോന്നണേ. ബാക്ക് നോക്കണം കേട്ടോ, ഭയങ്കര വൃത്തിയാണ്. ഇവിടെ കൃഷ്ണൻ, ദി കൃഷ്ണൻ, ദാ കൃഷ്ണൻ. അവിടെ ഒരു കുഞ്ഞു കൃഷ്ണനും ഉണ്ട് കണ്ടോ, രാധയും കൃഷ്ണനും. അമ്മ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അമ്മ സെറ്റാക്കിയിട്ട് നമുക്കിങ്ങനെ നോക്കിയേക്കാം. അപ്പോൾ ഇതാണ് ആഫ്റ്റർ ഓൾ ഒരു ലുക്ക് എന്ന് പറയുന്നത്. എല്ലാ ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ അവിടെ ഇവിടെ സൈഡിൽ വെച്ച്, പിന്നെ കുറച്ച് പൈസ വെച്ചു, കുറച്ച് സ്വർണം വെച്ചു, പിന്നെ വിളക്കൊക്കെ രാവിലെ കത്തിക്കോളൂ ഗൈസ്. പിന്നെ ആ മാല കൃഷ്ണനെ അണിയിച്ചു. അങ്ങനെ കൃഷ്ണനെയൊക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം സെറ്റാക്കിയിരിക്കുന്നു. ഇനി പടക്കൊന്നും നമ്മളിപ്പോൾ പൊട്ടിക്കണം. അമ്മ കുക്കുംബർ വെച്ചാ കുക്കുംബർ വെക്കുമോ? നാവനാരങ്ങളോ? അമ്മയാണ് എല്ലാം കടലയും പരിപ്പും പയറും കടലൊക്കെ ഗൈസ്. ഇതൊക്കെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. പഴമൊന്നും വേണ്ട. അവിടെ ആപ്പിളുണ്ട്, മാതളനാരങ്ങ, ഇതെന്താ, ഇത് മുന്തിരി അല്ലേ? മുന്തിരി എല്ലാം ഉണ്ട് ഗൈസ്. 500 നോട്ടൊക്കെ ഇരിക്കണമൊക്കെ ഗൈസ്. ഇതൊക്കെ നമുക്ക് നാളെ കിട്ടാനുള്ളതാണെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷം അല്ലേ? നവധാന്യങ്ങളാ? ഓ ഓക്കെ ഓക്കെ. ഗൈസ് രാവിലെ എണീച്ച് അങ്ങനെ കണിയൊക്കെ കണ്ടു. ഇപ്പം നമ്മൾ അമ്മ വീട്ടിലായിരുന്നു. ഇനി നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞാനുണ്ട്, അമ്മയുണ്ട്, ബാമയുണ്ട് ഗൈസ്. അപ്പോൾ അച്ഛൻ്റെ അമ്മ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉപ്പുമാവൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പുമാവ് കഴിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. ഞാനിരുന്നു കേട്ടോ, പക്ഷെ പ്ലേറ്റിലൊന്നും ഇല്ലയെന്നുള്ളൂ. വേറെ ആരുമില്ല ഗൈസ് ഇവിടെ. ഞാൻ മാത്രം ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? എല്ലാവരും വരട്ടെ അല്ലേ? ഓക്കെ ഗൈസ്, ഇനി വേറെ അമ്പലത്തിൽ പോകാനുണ്ട് ഗൈസ്. അവിടേക്ക് പോണത് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പമാണ് പോണത്. അപ്പോൾ അവൾ എണീച്ചിട്ടില്ല. അവൾ എണീച്ചിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പോകാൻ. അങ്ങനെ എല്ലാവരും രാവിലത്തെ ഫുഡ് നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിൽ വന്നേക്കാണ്. ഞാനുണ്ട്, അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കാണ്. അപ്പോൾ ഇവിടെ ഏതോ ഒരു ഇംഗ്ലീഷുകാർ ചേച്ചി എന്തോ വന്നെന്തോ ചോദിച്ചു ഗൈസ്. അഖിലയാണ് പറഞ്ഞത്. അഖില എന്ന് പറഞ്ഞാൽ സാധ്യത വെച്ച് അവളെല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കി ഗൈസ്. എന്താ എന്തിനാ ബോയ്സ് അമ്പലത്തിൽ കയറുമ്പോൾ
ഷർട്ട് ഊരണേന്നോ അങ്ങനെ എന്താണ് ചോദിച്ചത്. എനിക്ക് എക്സാക്ട് റീസൺ അറിഞ്ഞൂടാ. അഖിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നന്ദു. അപ്പോൾ നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോവാണ് ഗൈസ്. ഇവിടെ അടുത്തടുത്ത് കുറച്ച് അമ്പലങ്ങളുണ്ട് ഗൈസ്. നമുക്കെല്ലാം അമ്പലത്തിലേക്ക് പോവാം ഗൈസ്. ഇന്നും ഭയങ്കര തിരക്കാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ചായ കുടിച്ചു ഗൈസ് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് തന്നെ. പിന്നെ അവിടെ നല്ല പഴുത്ത ചാമ്പക്ക ഉണ്ടായിരുന്നു. പിന്നെ ചാമ്പക്ക പറിച്ചു. പിന്നെ അത് കഴിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ പായസം വാങ്ങിക്കാൻ പോണു ഗൈസ് ഉച്ചത്തെ സദ്യക്ക്. ഗൈസ് അപ്പോൾ നമുക്ക് വേറെ പൈസ കൂടി വാങ്ങിക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ പാലടയും പരിപ്പും വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ പായസമൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇലയൊക്കെ ഇട്ടു ഗൈസ്. പിന്നെ ഞങ്ങൾ വിളമ്പി എല്ലാവരും ഇരുന്നു കഴിക്കാനൊക്കെ തുടങ്ങി. പിന്നെ എൻ്റെ സീറ്റ് അവിടെ കാലിയായി കിടക്കണം. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ. ഗൈസ് നമ്മളപ്പോൾ അമ്മാമ്മയുടെ അടുത്തേക്ക് പോവാണ്. അച്ഛാവേ ഗൈസ് അപ്പോൾ നമ്മൾ അമ്മാമ്മയുടെ അടുത്തേക്ക് പോവാണ്. അമ്മാമ്മ അവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പം ഞാൻ അവിടേക്ക് കസിൻസൊക്കെ വരും ഗൈസ്. എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കും ഗൈസ്. അപ്പോൾ നമ്മൾ അമ്മാമ്മയുടെ വീട്ടിലെത്തി. അമ്മാമ്മയും അച്ഛനും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ബാമയും അച്ഛനും അമ്മാമ്മയുടെ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അമ്മാമ്മയുടെ നല്ല പായസമായിരുന്നു. ഞാൻ കുടിച്ചു നോക്കിയില്ല, അവർ പറഞ്ഞു. പിന്നെ വല്യമ്മമാർ ഓരോ പായസം കൊണ്ടുവന്നു. എനിക്ക് പാൽപ്പായസം ഇഷ്ടമുണ്ട്, ഞാൻ പാൽപ്പായസം എടുത്തു. പിന്നെ കസിൻസൊക്കെ അപ്പോഴത്തേക്കും വന്നു. പിന്നെ അവന്മാർ പുതിയ സ്റ്റൈലിൽ മുടി വെട്ടി ഗൈസ്. പിന്നെ അതിനെക്കുറിച്ചായിരുന്നു വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായ കിട്ടി. എല്ലാവരുടെ ഒപ്പം ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. കുറേ നാളായി ഇങ്ങനെ കുടിച്ചിട്ട്. അതിനുശേഷം ഞങ്ങൾ റൗണ്ട് ടേബിൾ മീറ്റിംഗ് നടത്തി ഗൈസ്, എല്ലാവരും കസിൻസ് എല്ലാവരുമായിട്ട്. ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.